கேட்கிறேன். ராரிராரு ஓராரிரு ராரிராரு ஓராரிரு. ഹന ചേച്ചി സൂപ്പറായിട്ട് പാടി ഹന. ഭയങ്കര ഫീലായിരുന്നു. ഓക്കെ ചോദിക്കാം. ഓക്കെ ഹന എപ്പോഴും പറയാൻ ആരെ ഫസ്റ്റ് ചോദിക്കണ്ടേ ഹന ഡിസൈഡ് ചെയ്തോ? മഞ്ജരി മാം. എപ്പോഴും ശരത് സാർ എന്നാണ് പറയാറില്ലേ? ഈ പാട്ട് ആരാ ഹനയ്ക്ക് സെലക്ട് ചെയ്ത് തന്നത്? അജൽ. അജൽ, അതായത് ഹനയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള അജൽ. അതെ, അജൽ സൂപ്പർ സെലക്ഷൻ. ഹനയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. മോളെ നന്നായി പാടി. താങ്ക് യു മാം. ക്യൂട്ട്, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സിംഗിങ്, ഭയങ്കര നിഷ്കളങ്കമായ ഒരു പാട്ട്. ഞാനിങ്ങനെ കേട്ടിരുന്നു, ആസ്വദിച്ചു മോള് പാടിയത്. ഓർക്കസ്ട്ര ആണെങ്കിൽ സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പറായി വായിച്ചു. എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. ഹന, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഹന ഇങ്ങനെ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? ആകാശദൂത് അത് മാത്രമേ എനിക്കിപ്പോ ഓർമ്മയുള്ളൂ. ചിത്രം അത് കണ്ടിട്ടുണ്ട്. പുതിയ പടങ്ങൾ ഏതെങ്കിലും? ചിത്രത്തിനകത്തല്ലേ ലാലേട്ടൻ മോന് വേണ്ടി പോലീസുകാരനെ അടിക്കുന്നോ? അല്ല, അച്ഛനടിക്കുന്നോ? കിരീടമാണോ മോൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ഇതേപോലെ അല്ലേ ചിത്രത്തിലെ? അതെ, തിലാഞ്ചേട്ടന് ലാസ്റ്റ് പോലീസ് പിടിക്കാൻ വരുന്ന സമയത്ത് പോലീസ് പിടിക്കാൻ തിലാഞ്ചേട്ടൻ വരുന്നു. എന്നിട്ടപ്പം മോഹൻലാല് കുത്തുന്ന അച്ഛന് വേണ്ടിട്ട് ചിത്രം, അതൊരു നല്ല ചിത്രമായിരുന്നു. ഇത് പുതിയൊരു ചിത്രമാണ്. മോഹൻലാൽ കുത്തിയിടുമ്പോഴാണ് അച്ഛൻ നഗമ പാടുന്നത്. അച്ഛൻ അങ്ങോട്ട് കുത്തി കഴിയുമ്പോ ഇത് എല്ലാം ഒരു തീരുമാനം ആയി കഴിഞ്ഞാൽ എന്നോട് പറ, ഞാൻ വരാം. നല്ല ഫിലിമുകൾ കാണണം കേട്ടോ. ചിത്രത്തിന്റെ അവസാനം എന്താണ്? ഡയറക്ടറുടെ പേരെഴുതി വരുന്നത് എന്താണ് അവിടെ? അവിടുത്തെ സീനാണോ? അല്ല, അവസാനം ആ ഷോട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് ഡയറക്ടറുടെ പേരുള്ളത്. ഏതാണത്? ആ എന്താണ് കാണുന്നത്? അണ്ണ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അണ്ണ വേണം സംസാരിച്ചിട്ട് വാ, പിന്നെ അറിയിക്കും. എനിക്ക് SMS പടത്തിന്റെ ഫസ്റ്റ് അല്ലേ താങ്ക്സ് കാർഡ്. സോറി, അത് തീരുമ്പോ പിന്നെ എന്റെ ശുഭം പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. അപ്പം ലാലേട്ടൻ നിന്ന് ടാറ്റ. അല്ല, ഇത് ഇങ്ങനെ ഓക്കെ എത്തിയടാ. ചിത്രത്തിനെ കുറിച്ചാണോ ഇത്രയും നേരം പറഞ്ഞത്? ആണോ? അത് ശരി. ചിത്രം ഫുൾ ലെങ്ത് കോമഡിയാണ്. ലാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇത്തിരി ട്രാജഡി. മോളെ നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു, പാട്ട് കേൾക്കാൻ രസമുണ്ടായിരുന്നു. കുറച്ച് പാത്തോസ് കൂടിയോ എന്ന് എനിക്ക് ചെറിയ സംശയം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പ്രകടിപ്പിച്ചു. കുറച്ച് പ്ലെയിനായിട്ട് പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഏനോ അതൊന്ന് പാടാമോ?
ദാ. ആ പേരെ പോലെ വിധി ചെയ്തത് പഞ്ചമം അങ്ങനെ അവിടെ ചേർന്നിട്ടില്ലായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ചരണത്തിന്റെ എൻഡില് നീ ഇല്ലാമൽ നീ ഇല്ലാമൽ ഏത് നിമ്മതി ആ നീതാനെன்றுം എൻ സന്നിധി ആ അത് കഴിഞ്ഞിട്ടുള്ള കണ്ണേ കലേമാനെ ശ്രുതിയും, ഈ രണ്ട് പോർഷനിലും ശ്രുതിയും പിന്നെ ലാസ്റ്റ് പല്ലവിയുടെ ഓപ്പണിങ്ങും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ടോട്ടൽ ആ പാട്ടിൻ്റെതായിട്ടൊരു സുഖമുണ്ടല്ലോ. ബേസിക് ആയിട്ട് ഒരു പാട്ടെടുക്കുമ്പോൾ ആ പാട്ടിന് തന്നെ ഒരു 50 മാർക്കുണ്ട്. പിന്നെയാണ് അതിൻ്റെ മേളിൽ നിങ്ങൾ പെർഫോം ചെയ്യുമ്പം കൂടുതൽ മാർക്കുകൾ കിട്ടുന്നത്. മോള് നന്നായിട്ട് പാടി എങ്കിൽ നല്ല പാട്ടെടുത്തോണ്ട് വന്നു. ബട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത്. കുറേ പോർഷൻസ് ഒക്കെ അതിമനോഹരമായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. മോളെ നല്ല ഉഗ്രം പാട്ട്, Thank you, sir. സൂപ്പർ സെലക്ഷൻ, വണ്ടർഫുൾ പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു ഒരു സർ. ഇന്നസെൻസ് ഉണ്ടായിരുന്നു പാടുന്നതിൽ. മോളെ ഈ കണ്ണേ കളിമാനം ഒന്ന് പാടാമോ? കണ്ണേ കലൈമാനേ കന്നിമയിലന മൾമിക്കും കന്നിമയിലേന കന്നിമയിലേന കണ്ടേ നുനൈ നാനേ. കന്നിമയിലന കന്നിമയിലേന എന ലെന ആ ലെന അല്ല, അത് നടിയ. കന്നിമയിലേന കന്നിമയിലന കണ്ടേ കണ്ടേ നുനൈ നാനേ കണ്ടേ കണ്ടേ നുനൈ നാ. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് മോൾ അതിൻ്റെ ഇടയിൽ കേട്ടോ. ഊമൈ என்றால் അതൊന്ന് പാടാമോ? ഊമൈ என்றால் ஊமை என்றால் ஒரு வகை அமைதி ഒരു വകை அமைதி ஒரு வகை அமைதி ഏഴை ஈழை என்றால் அதில் ஒரு அமைதி. ഓക്കെ ഓക്കെ ഓക്കേടാ ഓക്കെ. കോമ്പസിഷൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേയും കൂടെ കാര്യങ്ങൾ കിട്ടും. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മോള് നന്നായിട്ട് തന്നെ പാടിയത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷനിക. അന്ന സർ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ ഭയങ്കര രസമുണ്ടായിരുന്നു ഹന പാടുന്നത് കേൾക്കാൻ. പിന്നെ എന്തോ കറക്റ്റായിട്ടുള്ളൊരു പാട്ടും കിട്ടി. ആ ഒരു ഇന്നസെൻസ് ഇങ്ങനെ വാരി കോരി ഒഴുകുന്ന ഒരു പാട്ടും കിട്ടി. ഉഗ്രൻ സോങ് സെലക്ഷൻ ഹന, ഒന്നും പറയാനില്ല. അജൽ. അജലെ കളിക്കടാ. താങ്ക് യു. ഇനി നീ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് കേട്ടോ. അപ്പം ഹന അത്രേ ഉള്ളൂ. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പറഞ്ഞു. ഐ ലവ് യു മോളെ. ലവ് യു ടു സർ. താങ്ക് യു. താങ്ക് യു ഷനിക. മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സർ. 8.8. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. സെയിം 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹന മോളുസേ ദ മാർക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.6. താങ്ക് യു ചേച്ചി. ബൈ. ബൈ. സോ